ഹായ്, ആധാറുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ചും ആധാറിൽ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക. അതുപോലെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ ആധാറിൽ ഈ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആധാർ അടുത്ത വർഷങ്ങളിൽ കട്ടായി പോകും. അതുപോലെ തന്നെ ഈ വർഷം SLC +2 അതായത് ഒരു 15-16 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളും വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യണമെന്നാണ്. അതിനു മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല പേരിലോ അഡ്രസ്സിലോ അതല്ലെങ്കിൽ ജനനതീയതിയിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് 10 വർഷം കഴിഞ്ഞ എല്ലാ ആളുകളുടെയും ആധാർ കാർഡ് പുതുക്കൽ നിർബന്ധമാണ്. നിലവിൽ ജൂൺ 15-ാം തീയതി വരെ ആയിരുന്നു സമയം. എന്നാൽ അടുത്ത വർഷം ജൂൺ 15-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. എന്നാലും അധികം വൈകാതെ തന്നെ എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിർബന്ധമായി ആധാർ പുതുക്കുക. ആധാർ പുതുക്കുന്നതിന് ഒന്നെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ വഴിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു വീതം 99% ആളുകളുടെയും ആധാർ പുതുക്കാനായിട്ടുണ്ടാകും. കാരണം ആധാർ 2013-ലും 2014-ലൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഈ 40 വയസ്സ് ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾക്ക് ആധാർ എടുത്ത സമയത്ത് 25-ഉം 30-ഉം ചിലപ്പോൾ 35 വയസ്സൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവരുടെ ആധാർ ചിലപ്പോൾ പുതുക്കിയിട്ടുണ്ടാവില്ല. ചെറിയ വിദ്യാർത്ഥികളുടേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റും ആധാർ പുതുക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇത്തരം ആളുകളുടെ ആധാർ അന്നെടുത്തതിന് ശേഷം അതുപോലെ അവിടെ വെച്ചിട്ടുണ്ടാവുകയുള്ളൂ. ഇത്തരം ആളുകൾ അവരുടെ രേഖ, അതായത് വോട്ടർ ID കാർഡോ അതല്ലെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ് തുടങ്ങിയിട്ടുള്ള പേരും അഡ്രസ്സും കൃത്യമായിട്ടുള്ള ഏതെങ്കിലും രേഖയും വെച്ച് ആധാർ പുതുക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി ആധാറിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത്. കാരണം ആധാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും ഇപ്പോൾ OTP അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെയും പ്രായപരിധി ഇല്ലാതെ എല്ലാ ആളുകളുടെയും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. എന്നിരുന്നാലേ ഇൻഷുറൻസ് അടക്കമുള്ള പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ആധാറിലുള്ള പേര്, ജനനത്തീയതി തുടങ്ങിയ കാര്യങ്ങൾ തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും തിരുത്തേണ്ടതാണ്. കാരണം 2026-ലെ സെൻസസ് ഉടൻ തന്നെ വരുന്നതാണ്. അതിന് മുന്നോടിയായി നിങ്ങളുടെ ആധാറിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാക്കേണ്ടതാണ്. നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെല്ലാം രേഖകൾ വേണം, അല്ലെങ്കിൽ എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല ദിവസങ്ങൾ കൂടുന്തോറും അതിനുള്ള രേഖകളും മാറ്റം വരുന്നുണ്ട്. ഉദാഹരണമായി ആദ്യകാലങ്ങളിലെല്ലാം ജനനത്തീയതി തിരുത്തുന്നതിന് പാൻ കാർഡും അതുപോലെ വോട്ടർ ID കാർഡുമെല്ലാം പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെ 3 രേഖകൾ മാത്രമേ ജനനത്തീയതി തിരുത്തുവാൻ പറ്റുകയുള്ളൂ. പാസ്പോർട്ട്, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെയാണ് പേര് ഇപ്പോൾ തിരുത്തുവാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റം വരുത്തിയതിന് ശേഷം മാത്രമേ പേരുകൾ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകാതെ നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ആധാർ തിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5 വയസ്സിലും അതുപോലെ 15 വയസ്സിലും നിങ്ങളുടെ ആധാറിലുള്ള ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, ഫോട്ടോ തുടങ്ങിയവ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. മാൻഡേറ്ററി ബയോമെട്രിക് എന്നാണ് അതിന് പറയുക. 5 വയസ്സിന് മുൻപെടുത്ത കുട്ടികളുടെ ആധാറിൽ രക്ഷിതാക്കളുടെ വിരലടയാളമായിരിക്കും ഉണ്ടാവുക. അത് 5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ വിരലടയാളത്തിലേക്ക് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ 15 വയസ്സാകുമ്പോൾ ഈ വിരലടയാളം ഒന്നും കൂടി പുതുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോട്ടോയിലെല്ലാം വളരെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോയും മാറ്റം വരുത്തണം. അതുകൊണ്ട് തന്നെ ഈ വർഷം SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിർബന്ധമായും എത്രയും പെട്ടെന്ന് അക്ഷയ സെൻറ്ററുകളിൽ ചെന്ന് നിങ്ങളുടെ ആധാർ പുതുക്കേണ്ടതാണ്. ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളായ ചില പോസ്റ്റ് ഓഫീസുകളും ബാങ്കുകളിലെല്ലാം ഈ സൗകര്യം ലഭ്യമാണ്. ആധാറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.